ഹിജാബ് വിഷയത്തിൽ സുഡാപ്പികൾക്ക് മറുപടി നൽകി ടി.പി. സെൻകുമാറിന്റെ വളരെ വ്യക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് യൂണിഫോം എന്നും അതിൽ സിന്ദൂരവും കുരിശുമാലയും നിസ്കാരത്തഴമ്പും ഉൾപ്പെടില്ല എന്നും എന്തുകൊണ്ട് ഹിജാബ് മാറ്റി നിർത്തണമെന്നതും വിശദമാക്കുന്നതാണ് ഈ പോസ്റ്റ് വായിക്കാം. പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കണ്ടു. വാസ്തവത്തിൽ മതപ്രീണനം എത്രയാകാം എന്നുള്ളതിന്റെ പരിധികളുടെയെല്ലാം ലംഘനമാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. തികച്ചും അനുചിതമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി ആ നിർദ്ദേശത്തിനു മുകളിൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പോകും എന്നാണോ പറയുന്നത്? എല്ലാ കാര്യത്തിലും ഈ മന്ത്രി ആദ്യം പറയുന്ന കാര്യം മുല്ലാക്കയെയോ ബിഷപ്പിനെയോ കണ്ടാൽ കീഴ്മേൽ മറിക്കും. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറച്ചധികം കാണുന്നുണ്ട്. അതുകൊണ്ടാവാം ഹൈക്കോടതി പറഞ്ഞതൊന്നും മനസ്സിലാവാഞ്ഞത്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. കർണാടകയിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിലെ വിധി നിലനിൽക്കുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ അവർ പോയി. അവിടെ 2 ജഡ്ജിമാരും 2 വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതിനാൽ ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്.